ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് നിന്ന്, അതായത് സമൂഹത്തിൻ്റെ അകത്ത് പ്രബലരായിട്ടുള്ള സോഷ്യൽ ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് ഇൻഡിവിജ്വൽ സീസിങ് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ പരിഹാരങ്ങൾ കുറച്ചുകൂടെ ദൂരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ വളരെ കൃത്യമായ ഒരു സോഷ്യൽ ഡിസീസ് ആയിക്കൊണ്ട്, ഒരു സാമൂഹ്യ രോഗമായിക്കൊണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു ആത്യന്തികമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം, അതായത് സ്റ്റിമുലൻസ് എന്ന് പറയുന്ന രീതിയിൽ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രഗുകൾ, ഡിപ്രസൻസ് എന്ന രീതിയിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളെ കുറയ്ക്കുന്ന ലഹരികൾ, ഹാലോസിനോജിൻസ് എന്ന് പറയുന്ന തരത്തിലുള്ള നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റികളെയൊക്കെ മാറ്റിമറിക്കുന്ന, കാഴ്ചകളെ മാറ്റിമറിക്കുന്ന ഡ്രഗുകൾ, കാനബീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വേടൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഡ്രഗുകൾ, ഓപ്പിയറ്റ്സും ആർട്ടിഫിഷ്യൽ സിന്തറ്റിക്സും അടങ്ങുന്ന വളരെ വലിയൊരു മാർക്കറ്റ് എക്കണോമി ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത്തരം ഡ്രഗ് പെഡലേഴ്സ് ആയിട്ടുള്ള ആളുകളെ, ഡ്രഗിൻ്റെ വ്യാപകമായിട്ടുള്ള മാർക്കറ്റിംഗ് നടത്തുന്ന ആളുകളെ, വിദ്യാലയങ്ങൾക്കകത്തേക്ക് വരെ ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകളെ, ഇത്തരത്തിലുള്ള ഒരു വലിയ ലഹരി മാഫിയയെ കൂടെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രധാനമായി ഇത്തരം ഒരു അഡിക്ഷന് 3 തലങ്ങളിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത് ഒരു ഡ്രഗ് കൾച്ചറിനകത്ത്. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇനീഷ്യൽ ഫേസിനകത്ത് ഒരുപക്ഷെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങളുടെ പുറത്തോ ഒരു വ്യക്തി ഏറ്റവും ആദ്യമായി ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു ടെസ്റ്റിംഗ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. അത്തരമൊരു ഫേസിൽ ഒരു പക്ഷേ ഫാമിലി ആയിട്ടുള്ള ബോണ്ടിങ്ങുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ, സാംസ്കാരിക സംഘടനകളുടെ, ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലൊക്കെ തന്നെ കൃത്യമായൊരു ബോണ്ട് സമൂഹമായി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിംഗ് ഓഫ് ടോളറൻസ് ലെവലിൽ തന്നെ നമുക്ക് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് റെഗുലർ ഇൻടേക്ക് ഓഫ് ഡ്രഗ്സ് ആണ്. ഇത്തരം മിഡിൽ ഫേസ് എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസറുകളായിക്കൊണ്ട് ഈ സിന്തറ്റിക് ഡ്രഗുകളുടെ പിന്നാലെ പോകുന്ന ഫേസാണ് ഇത്. ഇത്തരം ഫേസുകൾക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള മാനസിക പിന്തുണ നൽകുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സൗജന്യമാകണം, അത് ആക്സസിബിൾ ആകണം, അത് സ്റ്റിഗ്മ ഇല്ലാതെ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതുമാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു ഫേസാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന അഡിക്ഷൻ എന്ന് പറയുന്ന വളരെ തീവ്രമായിട്ടുള്ള ഒരു ഫേസ്. അവിടെ 2 തരത്തിലാണ് അഡിക്ഷൻ വരുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അഡിക്ഷൻ, ഡ്രഗിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ഡ്രഗിനെ കുറിച്ച് ചിന്തിക്കാതെ ദൈനംദിന ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റാത്താവുക എന്നുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യാത്ത ഫിസിക്കൽ ഫേസിൻ്റെ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പം ഇത്തരം ഫേസിലൂടെ കടന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെ എങ്ങനെയാണ് സമൂഹം ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടെ ഉയർത്തേണ്ടതുണ്ട്. ഇവരെ നിരന്തരം നമ്മൾ പ്രശ്നക്കാരായിക്കൊണ്ടും കുറ്റാരോപിതരുമായി നിർത്തുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഇതൊന്ന് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് മാതൃകാപരമായ ഒരു കാര്യം ആ നാട്ടുകാർ ചെയ്തത്. അവർ വളരെ കൃത്യമായി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ റീഹാബിലിറ്റേഷന് വേണ്ടി ആ നാട്ടുകാർ ചേർന്നുകൊണ്ട് പണം പിരിച്ചുകൊണ്ടാണ് അവരെ റീഹാബിലിറ്റേഷന് വേണ്ടി മാറ്റിയത്. നമ്മൾക്ക് മുന്നിലുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രഗ് യൂസേഴ്സ് ഡിസോർഡർ ഉണ്ട്. UN ഓഫീസ് ഓഫ് ഡ്രഗ് യൂസേഴ്സും WHO ചേർന്ന് തയ്യാറാക്കിയുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. അതിനടുത്ത് അവർ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഡ്രഗ് യൂസേഴ്സ് ആയിട്ടുള്ള, ഡ്രഗ് അഡിക്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നിരന്തരമായ സോഷ്യൽ സപ്പോർട്ട് നൽകിക്കൊണ്ട് മാത്രമേ ഈ മനുഷ്യരെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന്. അപ്പോൾ ഇവരെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യല്ല ചെയ്യേണ്ടത്, മറിച്ച് റീഹാബിലിറ്റേഷനും പ്രോപ്പർ സപ്പോർട്ടുമാണ് ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി നമ്മൾ നൽകേണ്ടത്. കുറ്റക്കാരായി മാത്രം ഇവരെ നിലനിർത്തി കഴിഞ്ഞാൽ പ്രശ്നം അവസാനിക്കുകയില്ല. തീർച്ചയായും റീഹാബിലിറ്റേഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.